ഗവൺമെൻറ് സർവീസുള്ളവർക്ക് പിന്നെ യൂട്യൂബിൽ മുഖം കാണിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഒക്കെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി. അപ്പം ഇവിടെ കൂടെ ഒന്ന് തല കാണിച്ചാൽ മുകളിൽ കൂടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞപ്പോൾ റെഡിയാവാൻ പോയിരിക്കുവാണ് ഇപ്പോൾ. പറഞ്ഞില്ലേ, തലയെല്ലാം ഇങ്ങനെ കെട്ടി. ഹലോ ആർഷ, കാണാനില്ലായിരുന്നല്ലോ. ഏത് ലൈവിലായിരുന്നു? ഇല്ല, മുഖം കാണിച്ച് സംസാരിക്കായിരുന്നു. സോളോ ആർഷ എന്ന് വിളിക്കുന്നുണ്ട്. ഹലോ സോള, മുഖം കാണിക്കാൻ ആള് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഒന്നും വന്നില്ല, കമൻസ് ഒന്നും വന്നില്ല. ഹലോ സോളോ, ലൈവിലുണ്ടോ? സോളയെ മുഖം കാണിക്കാൻ ഒരാളിതാ വന്നിരിക്കുവാണ്. പേടിക്കാതിരിക്കാൻ ഞാൻ ഗോസ്റ്റ് ആയിട്ട് വരാമെന്ന് പറയുവാണ്. ഒരു മിനിറ്റ്. കണ്ടോ സോള, കണ്ടല്ല? ഗോസ്റ്റ് വന്നു. അതാ തൊഴുന്നുണ്ട്, ഗോസ്റ്റായിട്ട് വന്നു. തീ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പേടിയൊക്കെ മാറാൻ വേണ്ടിയാണോ? ഹലോ, വെൽക്കം ബാക്ക് വീരാൻ. സോളോ തന്നെ ഇപ്പൊ ഗോസ്റ്റ്. ചേച്ചി എന്ന് വിളിക്കുവാണ് സോളോ. ചേച്ചി തല കാണിച്ച് വീണ്ടും പോയി നമ്മുടെ എന്തോന്ന് സോഫയിലോട്ട് സെറ്റിയിലോട്ട് ചരിഞ്ഞ് അങ്ങനെ ടി വി എടുത്ത് വീണ്ടും ഫോണെടുത്ത് വീണ്ടും നോക്കാൻ തുടങ്ങിയിരിക്കുവാണ്. പിന്നെ ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ട്. ഓക്കെ, ശരിക്കുന്നുണ്ട് നമ്മളെ ഗോസ്റ്റ് റൈഡർ. ആശുപത്രിയിൽ പോയില്ലേ ചോദിക്കുന്നുണ്ട്. പോയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു. സ്ഥിരമായിട്ടുള്ളത് തന്നെ. ശകലം മഞ്ഞ് കൊണ്ടാലും ഉടനെ ജലദോഷമൊക്കെ വരും. ഞാൻ പറയാറുണ്ട് സോളയെ പോലെ തന്നെ ഇങ്ങനെ തലയിൽ കെട്ടുമല്ലോ, തലയിൽ ഇങ്ങനെ സ്കാർഫൊക്കെ കെട്ടിയാണ് രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ പോണത്. ആർഷ പോയോ ചോദിക്കുവാണ്. ആർഷയെ കാണാനില്ല. ആർഷ ഇപ്പോൾ ജസ്റ്റ് വന്നൊരു കമൻ്റ് ഇട്ടിരുന്നു, പിന്നെ കാണാനില്ല. സ്നേക്കിനി എന്ന് വിളിക്കുന്നുണ്ട്. സ്നേക്കിനി പോയെന്നാണ് തോന്നണേ. അപ്പോൾ സ്നേക്കിനിയെ പേടിപ്പെടുത്താനാണോ ഗോസ്റ്റ്? പോയോന്നറിയില്ല. പോയെന്നാ തോന്നണം. എന്തായാലും ഒരു 1-2 മെസ്സേജ് ഇട്ടുള്ളൂ. വേറെ എവിടെയോ നല്ല തിരക്കിലായിരുന്നെന്നാണ് തോന്നണേ, ഏതോ ഒരു ലൈവിൽ. അതിനിടയ്ക്ക് ഒന്ന് തല കാണിച്ച് പോയി. ഞാൻ യഥാർത്ഥ രൂപത്തിൽ വരുമ്പോൾ പേടിയില്ല, ഗോസ്റ്റായിട്ട് വരുമ്പോൾ
ആർഷ പേടിച്ചോടുമെന്നാണ് പറയുന്നത്. അങ്ങനെ പേടിച്ചോടിയതാണെന്നാണ്